ഉത്തരേന്ത്യയിൽ ദളിതരുടെയും മുസ്ലിങ്ങളുടെയും പേടി സ്വപ്നമായിരുന്ന ബുൾഡോസർ രാജ് എന്ന വംശീയ ഉന്മൂലന പദ്ധതി ദക്ഷിണേന്ത്യയിലേക്കും കടന്നിരിക്കുകയാണ്. അതിൽ പ്രധാനം ഇത്രയും നാൾ ബുൾഡോസർ രാജിനെതിരെ നിലപാടെടുത്ത കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലാണെന്നതാണ്. കഴിഞ്ഞ ആഴ്ചയാണ് ബംഗളൂരുവിലെ വസീം ലേഔട്ടിലും ഫക്കീർ കോളനിയിലും 30 വർഷത്തിലേറെയായി താമസിക്കുന്ന 300-ലധികം കുടുംബങ്ങളുടെ വീടുകൾ കർണാടക സർക്കാർ പൊളിച്ചു മാറ്റിയത്. ബുൾഡോസർ രാജിനെതിരെയുള്ള സുപ്രീം കോടതിയുടെ ഉത്തരവ് പോലും മറികടന്നുകൊണ്ടാണ് ഈ പൊളിക്കൽ നടന്നത്. വീട് പൊളിക്കുന്നതിന് മുമ്പ് ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് യാതൊരു മുൻകൂർ അറിയിപ്പും അധികൃതർ നൽകിയിരുന്നില്ല. ഖരമാലിന്യ സംസ്കരണ പദ്ധതിക്കായി നീക്കിവച്ചിരിക്കുന്ന സർക്കാർ ഭൂമി കയ്യേറി കുടിലുകൾ സ്ഥാപിച്ചുവെന്ന് ആരോപിച്ചായിരുന്നു പൊളിച്ചു നീക്കൽ. 200 പോലീസുകാരും ഫയർ ആൻഡ് എമർജൻസി സർവീസും റവന്യൂ വകുപ്പും ബാംഗ്ലൂരു മെട്രോപൊളിറ്റിക്കൽ ടാസ്ക് ഫോഴ്സും അടങ്ങുന്ന വൻ സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ നടപടി നടന്നത്. ഇതിനിടയിൽ തങ്ങളുടെ വീടുകൾ പൊളിക്കരുതേ എന്ന് ആ ചേരി നിവാസികൾ കരഞ്ഞപേക്ഷിച്ചിട്ടും ഇതൊന്നും ആ സംഘം കേട്ടതായി പോലും നടിച്ചിരുന്നില്ല. ഈ ഭൂമിയെക്കുറിച്ച് ഫക്കീർ കോളനിയിലെ അമീറും ഭാര്യയും സാക്ഷ്യപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾ 30 വർഷമായി ഇവിടെയുണ്ട്. ഇത് ഞങ്ങളുടെ ഭൂമിയാണ്. ഞങ്ങളുടെ മുഴുവൻ ജീവിതവും ഇവിടെ തന്നെ ആയിരുന്നു. ഇവിടെ വളർന്നു. 12 വർഷം മുമ്പ് ഞാൻ വിവാഹം കഴിച്ചു. അതും ഇവിടുന്ന് തന്നെയാണ്. ഞങ്ങൾക്ക് ആധാർ കാർഡ്, തിരഞ്ഞെടുപ്പ് ID, പാൻ കാർഡ്, റേഷൻ കാർഡ് എല്ലാം ഉണ്ട്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പോലും ഞങ്ങൾ വോട്ട് ചെയ്തതുപോലുമാണ്. ഈ നാടിന്റെ ഭാഗമായ തങ്ങളോട് എന്തിനാണ് ഈ ക്രൂരത കാണിക്കുന്നതെന്നാണ് പലരും ചോദിക്കുന്ന ചോദ്യം. തലേന്ന് രാത്രി വൈദ്യുതിയും ഇന്റർനെറ്റും വിച്ഛേദിച്ചപ്പോൾ അവർക്ക് ചെറിയൊരു ഭയമുണ്ടായിരുന്നെങ്കിലും ഇത്രയും ക്രൂരമായ നിലയിൽ പുലർച്ചെ തങ്ങളുടെ വീടുകൾ പൊളിക്കുമെന്ന് അവർ കരുതിയിരുന്നതേയില്ല. പുലർച്ചെ JCBകളുമായി വന്ന ഉദ്യോഗസ്ഥർ വീട്ടുകളിൽ നിന്നും LPG സിലിണ്ടറും സ്റ്റൗവും മാത്രം മാറ്റാനാണ് ആ താമസക്കാരെ അനുവദിച്ചത്. അതും സ്ഫോടന സ്വഭാവമുള്ളതായതുകൊണ്ട് പൊളിക്കാൻ വന്നവരുടെ സുരക്ഷയെ മുൻനിർത്തി മാത്രം. താമസക്കാരുടെ വിലപ്പെട്ട രേഖകളോ മറ്റു സാധനങ്ങളോ എടുക്കാൻ അവർ അനുവദിച്ചതേയില്ല. അതിവേഗം അവർ ആ കുടിലുകൾ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് പൊളിക്കുന്ന പ്രവൃത്തിയിലേക്ക് കടക്കുകയായിരുന്നു. വീട് നഷ്ടപ്പെട്ട സാറ സൈഫ് സൗഫിക്ക് വിതുമ്പിക്കൊണ്ട് പറയുന്നത്, പുലർച്ചെ 4:30യോടെയാണ് അവർ പെട്ടെന്നെത്തി ഞങ്ങൾ ഉറങ്ങിക്കിടന്ന വീടുകൾ പൊളിക്കാൻ തുടങ്ങിയത്. മണ്ണുമാന്തി യന്ത്രങ്ങളുടെ ശബ്ദം കേട്ടാണ് ഞങ്ങൾ ഉണർന്നതുപോലും. ഞെട്ടിപ്പോയി. ഉദ്യോഗസ്ഥർ ഞങ്ങളെ നിർബന്ധിച്ച് വീട്ടിൽ നിന്നും പുറത്താക്കി. കിടക്കവിരികളോ പുതപ്പുകളോ പോലും ഈ തണുപ്പുള്ള രാത്രിയിൽ അവർ എടുക്കാൻ അനുവദിച്ചതേയില്ല. 3 പതിറ്റാണ്ടിലേറെയായി തന്റെ കുടുംബം ഇവിടെയാണ് താമസിക്കുന്നത്. പൊളിക്കുന്നതിന് മുമ്പ് ഒരറിയിപ്പും നൽകിയില്ലെന്ന് പറഞ്ഞ് അവർ മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. അത് ഈ ഭരണകൂട സംവിധാനങ്ങളുടെ കള്ളക്കളി വെളിവാക്കുന്നതും പാർശ്വവൽകൃത മനുഷ്യരോടുള്ള അവരുടെ നയസമീപനം വ്യക്തമാക്കുന്നതുമാണ്. പല മന്ത്രിമാരും തങ്ങളെ കാണാൻ വന്നിരുന്നു. അവർ തങ്ങൾക്ക് റോഡ്, കുടിവെള്ളം, വീടുകൾ എന്നിവയൊക്കെ വാഗ്ദാനം ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഞങ്ങളെ തെരുവിലേക്ക് അവർ തള്ളിയിട്ടിരിക്കുകയാണ്. പെട്ടെന്നുള്ള പൊളിച്ചുമാറ്റലിനെ കുറിച്ച് അധികാരികളെ ചോദ്യം ചെയ്തപ്പോൾ പോലീസ് ഞങ്ങളെ അടിച്ചോട്ടിക്കുകയാണ്. ഇതെല്ലാം പറയുമ്പോഴും അവർ വിതുമ്പി കരയുന്നുണ്ടായിരുന്നു. കടുത്ത തണുപ്പിലേക്കാണ് 3000-ഓളം പേരെ ഉടുതുണിക്കും മറുതുണി പോലും ഇല്ലാതെ ഇറക്കി വിട്ടത്. തണുപ്പിൽ കൊച്ചുകുട്ടികൾ വിറയ്ക്കുന്ന കാഴ്ച ഹൃദയഭേദകമാണ്. ഇതിനെതിരെ കോൺഗ്രസ് പ്രതിരോധം തീർക്കുന്നത് തങ്ങൾക്ക് പോലും ദഹിക്കാത്ത ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. 150 വീടുകൾ മാത്രമേ തങ്ങൾ പൊളിച്ചിട്ടുള്ളൂവെന്നും 1000 പേർക്കു മാത്രമേ പ്രശ്നമുള്ളൂവെന്നും തെരുവിലേക്ക് എറിയപ്പെട്ടവരിൽ 80% മാത്രമേ മുസ്ലിങ്ങളായവരുള്ളൂവെന്നും കുടിയിറക്കപ്പെട്ടവർക്ക് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട്, അതിനാൽ അവർ ഹാപ്പിയാണെന്നുമൊക്കെ പറഞ്ഞാണ് കോൺഗ്രസ് ഇതിന് ന്യായീകരണം തീർക്കുന്നത്. അനധികൃത കയ്യേറ്റമാണ് ഒഴിപ്പിച്ചതെന്ന് പറയുന്നവരോട് പറയാനുള്ളത് ഒരേ ഒരു കാര്യം മാത്രമാണ്: ഏറ്റവും വലിയ അനധികൃത കയ്യേറ്റക്കാരനാണ് കർണാടകയുടെ മുഖ്യമന്ത്രി എന്ന് നിങ്ങൾ ഓർക്കണം. മൈസൂരു അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ഭൂമി സ്വന്തം ഭാര്യയുടെ പേരിൽ കയ്യേറി അവകാശം സ്ഥാപിക്കുകയും പിടിക്കപ്പെടുകയും ചെയ്ത കയ്യേറ്റക്കാരനായ പ്രതിയാണ് കർണാടക മുഖ്യമന്ത്രി. രാഹുൽ ഗാന്ധി, നിങ്ങളുടെ സ്നേഹത്തിന്റെ കടയിൽ പ്രതീക്ഷയർപ്പിച്ച് നിങ്ങൾക്കൊപ്പം നിന്നവരാണ് ഈ മനുഷ്യരെല്ലാവരും. അവരെയാണ് നിങ്ങളുടെ സർക്കാർ കൈവിട്ടിരിക്കുന്നത്. ഇങ്ങനെയാണോ നമ്മൾ ഹിന്ദുത്വക്കെതിരായ പ്രതിരോധം തീർക്കുന്നത്? ഇതായിരിക്കുമോ നമ്മുടെ ഹിന്ദുത്വ വിരുദ്ധ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ?